നമസ്കാരം, ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ നാട്ടിൽ പോയ സമയത്ത് RP മോളിൽ പോയിട്ടുണ്ടായിരുന്നു. നാട് കോഴിക്കോടാണ്. ഞാനും അമ്മയും അനിയന്റെ മോളും കൂടിയാണ് പോയിരുന്നത്. അവിടെ ചെന്നപ്പം അവിടെ ഇതുവരെ കാണാത്തവരായിട്ട് ഞാൻ കണ്ടു. സ്ട്രീറ്റ്സിലൊക്കെ കാണുന്ന പൊട്ടറ്റോ ടൊർണാഡോ ഇല്ലേ, അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി 5 മിനിറ്റ് കൊണ്ട് അവരുണ്ടാക്കി തന്നു. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുത്തു. ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കണ്ട് കഴിച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പടി മുന്നിലാണെങ്കിലേ ഉള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ ഇടാം. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ അതിടാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് RP മോളിൽ പൊട്ടറ്റോ ടൊർണാഡോ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് സ്പൈറൽ പൊട്ടറ്റോ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. ചെറിയൊരു ഷോപ്പാണ്. RP മോളിലെ ഫുഡ് കോർട്ടിന്റെ കോർണറിലായിട്ട് ഒരു കൊച്ചു ഷോപ്പ്. കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊരു പക്ഷെ അറിയാവുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇത്രയും നേരം ഇപ്പൊ ഒന്ന് തിരക്കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. 50 രൂപയുള്ളൂ കേട്ടോ ഒരു പൊട്ടറ്റോ ടൊർണാഡോയ്ക്ക്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതാ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തൊലി ഒന്നും കളയുന്നില്ല. സ്ക്വയർ കൊണ്ട് ഒന്ന് കുത്തിക്കയറ്റുകയാണ്. ഇതൊരു ബാംബൂ സ്റ്റിക്കാണ്. അപ്പൊ ഇതൊരു പൊട്ടറ്റോ കട്ടറിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് പതുക്കെ തിരിച്ചു കൊടുക്കുകയാണ്. എത്ര പെട്ടെന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. അങ്ങനെ നല്ല സ്പൈറലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല തിന്നായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ആ പൊട്ടറ്റോ ആ മെഷീന്റെ മുകളിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ അറ്റത്തെ ആ പോർഷൻ അങ്ങ് വീണു പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത്രയും വേണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പൊട്ടറ്റോ എല്ലാം പതുക്കെ ഒന്ന് ആ സ്ക്വയർ ഒന്ന് തിരിച്ചു കൊടുത്ത് അത് ആ ഒരു സ്പൈറൽ ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ്. നല്ല ഭംഗിയിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ എന്നിട്ട് അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നന്നായിട്ട് നല്ല എന്താ പറയാ പൊട്ടറ്റോ അത് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് നല്ല പതയായിട്ട് വന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പെട്ടെന്നാവും കേട്ടോ. അത് 5 മിനിറ്റ് മതി എന്നാ പറഞ്ഞത്. അത് പൊങ്ങി വരുന്നതുകൊണ്ട് അതിന്റെ മുകൾ ഭാഗം കറക്റ്റ് ആയിട്ട് വേവില്ല. അതുകൊണ്ട് ആ പൊട്ടറ്റോ ടൊർണാഡോ ഒന്ന് എണ്ണയിൽ മുക്കി കൊടുക്കുകയാണ്. ഇതപ്പം ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് ഈ അരിപ്പയിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണേ. ടിഷ്യൂ പേപ്പർ കൊണ്ട് ബാംബൂ സ്റ്റിക്ക് ഒന്ന് പൊതിയാണ്. നല്ല ചൂടല്ലേ, എണ്ണയിൽ കിടന്നല്ലേ. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ അതിന്റെ മുകളിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. ഇത് വൈറ്റ് പെപ്പർ പൗഡറാണ് കേട്ടോ. അതും നന്നായിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ചാട്ട് മസാലയാണ്. അതും ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു പേപ്പർ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മയോണൈസ് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഈസി ആയിട്ട് എളുപ്പത്തിൽ കഴിഞ്ഞു ഈ പൊട്ടറ്റോ ടൊർണാഡോ. എത്ര എളുപ്പം ഉണ്ടാക്കാമെന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി. താങ്ക് യു. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കാൻ പോവാൻ ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയൻ്റെ മോളുണ്ട്. അപ്പോൾ ഇതാണ് ഇമ അനൂപാണ്. അനിയൻ്റെ മോളാണത്, എൻ്റെ അമ്മയാണത്. ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് വിട്ടുപോയി ഞാൻ വീഡിയോ എടുക്കാനായിട്ട്. നല്ല എളുപ്പമാട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി നോക്കി. നല്ല രുചിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പൊട്ടറ്റോ ടൊർണാഡോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഈ മെഷീന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഹോം മെയ്ഡ് പൊട്ടറ്റോ ടൊർണാഡോ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. കാത്തിരിക്കുക. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.